we are going to discuss about Python collection data types. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പൈത്തൺ കളക്ഷൻ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കളക്ഷൻ ഡാറ്റ ടൈപ്സിൽ വരുന്ന ടൈപ്സ് ഓഫ് കളക്ഷൻ ഡാറ്റ ടൈപ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ബേസിക് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്സ്? ഫസ്റ്റ് വൺ ഇൻഡിജർ. ഇൻഡിജർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് വിൽ റെപ്രസെന്റ് ദ ഹോൾ നമ്പേഴ്സ്. അതായത് എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പൈത്തണിൽ ഉണ്ടാവുക. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഫ്ലോട്ട്. ഫ്ലോട്ട് മീൻസ് ഡെസിമൽ പോയിന്റ്സ്. പോയിന്റ് വൈസ് വരുന്ന ഡാറ്റാസിനെ നമ്മൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ സ്ട്രിങ്. സ്ട്രിങ് മീൻസ് ഇറ്റ് ഈസ് ക്യാരക്ടേഴ്സ്, വേർഡ്സ്, അങ്ങനെ ലെറ്റേഴ്സ് വരുന്നത് വേർഡ്സിനെയാണ് നമ്മൾ സ്ട്രിങ് ആയിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബൂളിയൻ. ബൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡാറ്റ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ബൂളിയൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഈ ബേസിക് ഡാറ്റ ടൈപ്സും കളക്ഷൻ ഡാറ്റ ടൈപ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? അതായത് കളക്ഷൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്സ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ 5 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് എക്സിന്റെ വാല്യൂ 5 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ കളക്ഷൻ ഡാറ്റ ടൈപ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരു വേരിയബിളിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് കളക്ഷൻ ഡാറ്റ ടൈപ്സ്. Then Python has 4 main built-in collection data types. പൈത്തണിൽ 4 മെയിൻ ബിൽറ്റ് ഇൻ കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്നും അതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്നും വിത്ത് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, ദ ഫസ്റ്റ് കളക്ഷൻ ഡാറ്റ ടൈപ്പ് ഈസ് ലിസ്റ്റ്. ലിസ്റ്റ് ആണ് നമ്മുടെ ആദ്യത്തെ കളക്ഷൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിന് കുറെ കീ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് കീ ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് ഓർഡേർഡ്. ലിസ്റ്റ് എപ്പോഴും ഓർഡേർഡ് ആയിരിക്കും. എലമെന്റ്സ് ഹാവ് എ ഡിഫൈൻഡ് ഓർഡർ ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്. അതായത് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ലിസ്റ്റിലുള്ള വാല്യൂസ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓർഡർ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അതായത് ഫസ്റ്റ് പൊസിഷൻ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എക്സ് ഈക്വൽ ടു 1 2 3 4 5 ഇതാണ് എൻ്റെ ലിസ്റ്റ്. അതിലുള്ള ആ ഫസ്റ്റ് വൺ എപ്പോഴും ഫസ്റ്റും സെക്കൻഡ് വൺ എപ്പോഴും സെക്കൻഡും ആ രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഓർഡേർഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മ്യൂട്ടബിൾ. ക്യാൻ ചേഞ്ച് ഐറ്റംസ്. മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഐറ്റംസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഒരു തവണ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലിസ്റ്റിനെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അതിന് കുറച്ച് ഫങ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ലിസ്റ്റിൽ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇറ്റ് അലൗസ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നമുക്ക് എത്ര ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് വേണമെങ്കിലും നമ്മുടെ ലിസ്റ്റ് അലോ ചെയ്യും. അതായത് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ 1 ഒരു 10 ടൈംസ് ഉണ്ടെങ്കിൽ ആ 10 ടൈംസും നമ്മുടെ 1 അവിടെ പ്രിന്റ് ചെയ്യും. അലൗസ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇൻഡെക്സബിൾ. ഇൻഡെക്സബിൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഓർഡേർഡ് ആണ്. ഓർഡേർഡ് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിൽ ഇൻഡെക്സബിൾ എന്ന് പറയുമ്പോൾ ഇത് ഇൻഡെക്സിങ്ങും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ എലമെന്റ് മാത്രം ആ ലിസ്റ്റിലുള്ള ഒരു പെർട്ടിക്കുലർ എലമെന്റ് മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം? ഡയറക്റ്റ് നമ്മൾ ഇൻഡെക്സിങ് ബേസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ലിസ്റ്റിൽ തന്നെ ഇൻഡെക്സിങ് ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും 0th പൊസിഷൻ, സെക്കൻഡ് എലമെന്റ് അതായത് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് 0th പൊസിഷനിലായിരിക്കും. ഇൻഡെക്സിങ് എപ്പോഴും 0 വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡെക്സിങ് 0th പൊസിഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ. അങ്ങനെ പൊസിഷൻ ബേസിലാണ് നമ്മുടെ ലിസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതിലൊരു പെർട്ടിക്കുലർ എലമെന്റ് മാത്രം എനിക്ക് താഴെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്റെ ലിസ്റ്റ് നെയിം, ദെൻ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ ഇൻഡെക്സിങ് എൻ്റെ ഏത് പൊസിഷൻ ആണോ ആ പൊസിഷൻ അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ആ പെർട്ടിക്കുലർ ഐറ്റം മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ലിസ്റ്റിൽ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് വാല്യൂസ് യൂസ് ചെയ്യുന്നു, ഐറ്റംസ് കൊടുക്കുന്നു. ഈ ഐറ്റംസ് തന്നെ നമുക്ക് ഏത് ഡാറ്റ ടൈപ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ്, ഇൻഡിജർ യൂസ് ചെയ്യാം, സ്ട്രിങ് യൂസ് ചെയ്യാം, ദെൻ ബൂളിയൻ യൂസ് ചെയ്യാം, ദെൻ ലാസ്റ്റ് വൺ
ഡെസിമൽ പോയിന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിന്റെ കീ ഫീച്ചേഴ്സ് ഓർഡേർഡ് ആണ്, മ്യൂട്ടബിൾ ആണ്, അലോസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്, ഇൻഡെക്സബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറയുന്നത് ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ല, ഓരോരോ പോയിന്റ് വൈസ് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓർഡേർഡ്. എലമെന്റ്സ് മെയിൻറ്റെയിൻ ഓർഡർ. ലിസ്റ്റിനെ പോലെ തന്നെ ടപ്പിളും ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ടപ്പിൾ ഓരോരോ പെർട്ടിക്കുലർ ഓർഡറിനനുസരിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഓർഡേർഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻഡെക്സബിൾ ആണെന്ന് ഊഹിച്ചൂടെ? മീൻസ് ഇതും ഇൻഡെക്സബിൾ ആണ്. ഓരോരോ എലമെന്റ്സും ഇൻഡെക്സ് ബേസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ മീൻസ് കനോട്ട് ചേഞ്ച് ആഫ്റ്റർ ക്രിയേഷൻ. അതായത് ഒരു തവണ നമ്മൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ഷോ എറർ. നമ്മളിപ്പോ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്താൽ നമുക്കത് പറ്റില്ല. ടപ്പിളിന്റെ കേസിൽ അത് എറർ ആയിരിക്കും ഷോ ചെയ്യുക. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് അലോസ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ലിസ്റ്റിനെ പോലെ തന്നെ ടപ്പിളും ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നുണ്ട്. ടപ്പിളിൽ നമുക്ക് എത്ര ടൈംസ് വേണ്ടെങ്കിലും ഒരു സെയിം ഐറ്റം മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻഡെക്സബിൾ ആണ്. ദെൻ സിൻടാക്സിൽ ഇവിടെ ടപ്പിളിലും നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ടപ്പിളിൽ റൗണ്ട് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടപ്പിൾ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ടപ്പിളിൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്സ് വേണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടപ്പിളിന്റെ കേസിൽ ടപ്പിളും ലിസ്റ്റും തമ്മിലെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നുണ്ട്, രണ്ടും ഇൻഡെക്സബിൾ ആണ്. ഇതൊക്കെയാണ് സിമിലാരിറ്റീസ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്, ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്. ദെൻ സിൻടാക്സിൽ നമ്മൾ ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക, ടപ്പിളിന് റൗണ്ട് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് സെറ്റ്. സെറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും മാത്സിലൊക്കെ, അറിയില്ലേ സെറ്റ് എന്താണെന്ന്? അപ്പോൾ അതാണ് തേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റ് ആണ് ഡാറ്റ ടൈപ്സ്. അപ്പൊ സെറ്റിൽ വരുന്ന ഫസ്റ്റ് കീ ഫീച്ചർ എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്. നമ്മുടെ ലിസ്റ്റും ടപ്പിളും ഓർഡേർഡ് ആണ്, ബട്ട് സെറ്റിന്റെ കേസിൽ ഇറ്റ് ഈസ് അൺഓർഡേർഡ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർഡർ. ഒരു ഓർഡറും ഇല്ല സെറ്റിന്റെ ഡാറ്റ ടൈപ്സിന്. അതായത് ഞാനിപ്പോ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, 1 2 3 4 5 6 ആണ് എന്റെ സെറ്റ്. ബട്ട് ഞാനത് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിലേ ആയിരിക്കില്ല അത് ഔട്ട്പുട്ടിൽ ഷോ ചെയ്യാം. ചിലപ്പോൾ 6 ആയിരിക്കും ഫസ്റ്റ് വന്നിട്ടുണ്ട്, എന്റെ എലമെന്റ് 6 ഞാൻ ലാസ്റ്റ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ബട്ട് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് അൺഓർഡേർഡ് ആണ്, നോ ഡിഫൈൻ ഓർഡർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മ്യൂട്ടബിൾ. സെയിം ലിസ്റ്റിനെ പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് സെറ്റിന്റെ മ്യൂട്ടബിൾ ആണ്. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ്. അതായത് ലിസ്റ്റിലും ടപ്പിളിലും ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നുണ്ട്, ബട്ട് സെറ്റിന്റെ കേസിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. അതാണ് സെറ്റിന്റെ ഏറ്റവും മെയിൻ കീ ഫീച്ചർ എന്ന് പറയുന്നത്. എപ്പോഴും യുണീക്ക് വാല്യൂസിനെ മാത്രമേ സെറ്റ് പ്രിന്റ് ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അൺഇൻഡെക്സ്ഡ്. ഇൻഡെക്സിങ് ഫോളോ ചെയ്യുന്നില്ല. ഓർഡർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇൻഡെക്സിങ് ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. സെറ്റ് ഒരിക്കലും സെറ്റ് അൺഓർഡേർഡ് ആണ്, അപ്പൊ ഇൻഡെക്സിങ്ങും ഫോളോ ചെയ്യുന്നില്ല. ദെൻ ലാസ്റ്റ് ഇവിടെയും നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഏത് ഡാറ്റ ടൈപ്സ് വേണ്ടെങ്കിലും യൂസ് ചെയ്യാം സെറ്റിന്റെ കേസിൽ. ആൻഡ് ദ സിൻടാക്സ് ഈസ് വി ആർ യൂസിങ് കർലി ബ്രാക്കറ്റ്. സെറ്റിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് കർലി ബ്രാക്കറ്റ് ആണ്. ഇപ്പൊ സെറ്റും ക്ലിയർ ആയില്ലേ? സെറ്റില് മറ്റുള്ള ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെറ്റ് അൺഓർഡേർഡ് ആണ്. ദെൻ ഇത് യുണീക്ക് ഐറ്റംസിനെ മാത്രമേ പ്രിന്റ് ചെയ്യൂ. ഇതാണ് സെറ്റിന്റെ മെയിൻ കീ ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് നോക്കാം. അതാണ് ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറയുന്നതും നമ്മൾ സെറ്റിൽ കർലി ബ്രാക്കറ്റിലെ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഡിക്ഷണറിയിലും കർലി ബ്രാക്കറ്റ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. അപ്പൊ ഈ ഡിക്ഷണറിയിൽ അൺഓർഡേർഡ് പൈത്തന്റെ <3.7 വേർഷൻ വരെ അത് അൺഓർഡേർഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്, ദെൻ ഓർഡേർഡ് എന്നുള്ള രീതിയിലും. ബട്ട് ഇത് ഓർഡേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ വെച്ചാല് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട് ഇത്. ബട്ട് ഇൻഡെക്സിങ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ കീ ബേസിലാണ് ഓർഡർ ഫോളോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിക്ഷണറി എപ്പോഴും കീ വാല്യൂ പെയർസിലാണ് ഉണ്ടാവുക.
ഡിക്ഷണറിയിൽ എപ്പോഴും കീയും ഉണ്ടാവും വാല്യൂസും ഉണ്ടാവും. ആ ഒരു പെയർ വൈസിലാണ് ഡിക്ഷണറി ഉണ്ടാവുന്നത്. ഓരോരോ കീയും ഈച്ച് കീനും ഓരോരോ വാല്യൂസ് ഉണ്ടാവും. ഈ കീ എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. കാരണം കീ ബേസ് ചെയ്തതിനാണ് ഇവിടെ ഓർഡർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കീ നെയിം എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. വാല്യൂസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായാലും കുഴപ്പമില്ല, ബട്ട് കീ നെയിംസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. ദെൻ മ്യൂട്ടബിൾ ആണ്, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും ഡിക്ഷണറിയിൽ. ദെൻ നോ ഡ്യൂപ്ലിക്കേറ്റ്സ് കീ അലൗസ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കീസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം, കീസിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് പറ്റില്ല. ദെൻ ഫാസ്റ്റ് ലുക്കപ്പ് യൂസിങ് കീസ്. ദെൻ ഡിക്ഷണറിന്റെ സിന്റാക്സ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ കീ നെയിം ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ കീ നെയിം ഡിഫൈൻ ചെയ്ത് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്റെ നെയിം എന്താ, എന്നിട്ട് അതിലേക്ക് ഏതാണോ എന്റെ വാല്യൂ അത് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ദെൻ കോളൻ ഇട്ടതിന് ശേഷം ആ നെയിം എന്ന് പറഞ്ഞ കീയിലേക്ക് അനു എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ദെൻ എനിക്ക് അടുത്ത വാല്യൂ, അടുത്ത കീ നെയിം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കൊമ്മ ഇട്ടിട്ട് നെക്സ്റ്റ് കീ നെയിം, അടുത്ത വാല്യൂ. ഈ രീതിയിലാണ് നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പൈത്തണിലെ 4 ടൈപ്സ് ഓഫ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോന്നും തമ്മിലെ ഡിഫറൻസും ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. ഫസ്റ്റ് ഉണ്ടായിരുന്നു ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ആണ്, മ്യൂട്ടബിൾ ആണ്, ദെൻ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ദെൻ ടപ്പിളുടെ കേസിൽ ഇമ്മ്യൂട്ടബിൾ ആണ്, ഓർഡേർഡ് ആണ്, ദെൻ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നുണ്ട്, എല്ലാം മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം, റൗണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. സെറ്റിന്റെ കേസിൽ വെച്ചാൽ യുണീക്ക് ഐറ്റംസ് ആണ്, അൺഓർഡേർഡ് ആണ്, ദെൻ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുന്നില്ല, ദെൻ നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. ഡിക്ഷണറിന്റെ കേസിൽ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു, ഓർഡേർഡ് ആണ്, കീ നെയിംസ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അപ്പോൾ പിന്നെ കീ വാല്യൂ പെയർസിലാണ് ഡിക്ഷണറി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ഓവർവ്യൂ എന്ന് പറയുന്നത്. 4 ഡാറ്റ ടൈപ്സ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് 4 ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലിസ്റ്റ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. കളക്ഷൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ തന്നെ കുറെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതല്ലേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. എക്സ് ഈക്വൽ ടു, പിന്നെ നമ്മൾ എന്താ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൽ 1, 2, 3, 4, 5. കൺട്രോൾ എൻ്റർ. ഇനി ഞാൻ ഇതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ ഈ ലിസ്റ്റ് വന്നു. ഇതാണ് എന്റെ ലിസ്റ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ കൊമ്മ ഇവിടെ ഇപ്പം ഞാൻ അനു കൊടുത്തു കഴിഞ്ഞാൽ അനു സ്റ്റോർ ചെയ്യും. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് എങ്ങനെയാ, എന്താണ് ലിസ്റ്റ് ടപ്പിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നത്. അതിന്റെ ഈച്ച് കീ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി നെക്സ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടപ്പിള് നോക്കാം. ടപ്പിളുടെ കേസിൽ എന്തായിരുന്നു, ടപ്പിൾ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റ് 1, 2, 3, 4, 5. ഓക്കെ, നമുക്ക് ഇത് ലിസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അത് ജസ്റ്റ് ടൈപ്പ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാലോ. ഞാൻ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് ആണോ എന്നുള്ള പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എക്സ്. കണ്ട, ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ ലിസ്റ്റ് എന്ന് ഷോ ചെയ്തില്ലേ. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ അതൊരു ലിസ്റ്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തു. അല്ലെങ്കിൽ ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടപ്പിളും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് എക്സ്, നമ്മൾ ടപ്പിൾ വന്നു. ദെൻ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എക്സ്. ടപ്പിൾ ആണ്. ഇവിടെ നമുക്ക് വേറെ ഐറ്റംസ് ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് ആണ്. സെറ്റിന്റെ കേസിൽ എക്സ് ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് ആണ്. 1, 2, 3, 4, 5, 6 അതാണ് നമ്മുടെ സെറ്റ്. ദെൻ പ്രിന്റ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ സെറ്റ് ഫോം ചെയ്യും. ഇനി ഞാനിവിടെ അഗെയിൻ 1 റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ ഇതിൽ യുണീക്ക് ഐറ്റംസ് ആണോ വരുന്നത്. അതെ,
എഗെയിൻ ഞാൻ 1 റിപ്പീറ്റ് ചെയ്തപ്പോഴും 1 അവിടെ ഷോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? സെറ്റ് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. അതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിൽ കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ആണ് ഡിക്ഷണറി. ഡിക്ഷണറിയിലും നമ്മൾ കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കേളി ബ്രാക്കറ്റ് ബട്ട് എപ്പോഴും ഒരു കീ വാല്യൂ പെയർ ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് ഞാനിവിടെ നെയിം ആണ് കൊടുക്കുന്നത്. നെയിം ആണ് എൻ്റെ കീ നെയിം. ദെൻ കോളൻ എൻ്റെ വാല്യൂ കൊടുക്കുക, അനുശ്രീ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കീ വാല്യൂ ആയി. ഇനി അതിലേക്ക് അടുത്ത വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം. അടുത്തത് ഞാൻ സിറ്റി കൊടുക്കാൻ പോവാ, സിറ്റി. ദെൻ സിറ്റീസിൽ എന്താ, എൻ്റെ സിറ്റി കൊടുക്കുക, വാല്യൂ കണ്ണൂർ. അപ്പൊ നെക്സ്റ്റ് എന്താ, എനിക്ക് ഇതുപോലെ എത്ര ഐറ്റംസ് വേണമെങ്കിലും കീ വാല്യൂ എന്നുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് കീസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. അതാണ് ഒരു ഡിഫറെന്റ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തില്ലല്ലോ ഡാറ്റ ടൈപ്സ്. പ്രിന്റ് ഓഫ് type of x, then we can see that it is z. And last നമ്മൾ ഡിക്ഷണറി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിക്ഷണറിയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. x, നമുക്ക് ഇവിടെ ഡിക്ഷണറി ഷോ ചെയ്തു. ഇനി ഇതിന്റെ ടൈപ്പ് നോക്കാം, ഏതാണ് ടൈപ്പ് എന്നുള്ള രീതിയിൽ. ടൈപ്പ് ഓഫ് എക്സ്, നമുക്ക് ഇവിടെ കിട്ട് ഡിക്ഷണറി ആണ്. ലാസ്റ്റ് ആണ് ഡിക്ഷണറി. അപ്പൊ ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, അതിന്റെ കീ ഫീച്ചേഴ്സ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെയാ ഡിഫറൻസ് ഓരോന്നും തമ്മിലുള്ള, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡിസ്കസ് ചെയ്തെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറെ പ്രോബ്ലംസും ഈ ബേസ് ചെയ്തിട്ട് ലോജിക്കൽ പ്രോബ്ലംസും ദെൻ ഓരോരോ കീ ഫീച്ചേഴ്സും എങ്ങനെയാണെന്നുള്ള രീതിയിലും അതിന്റെ കുറച്ച് ഫങ്ഷൻസും ബേസ് ചെയ്തിട്ട് നമുക്ക്